ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ വിട പറയാൻ, നമ്മൾ മരണപ്പെടാം എന്നുള്ള ചിന്തയോട് കൂടെ വേണം ഈ ദുനിയാവിലൂടെ നമ്മൾ കടന്നു പോകാൻ എന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനോട്, നമ്മുടെ ശരീരത്തോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ എടുത്തു നോക്ക്. അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതം എടുത്തു നോക്ക്. താബിഈങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. താബിഈകളുടെ ജീവിതം, ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക്. എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം? ഓരോ സമയങ്ങളെ, സെക്കൻഡുകൾ എങ്ങനെയായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതങ്ങൾ നമുക്ക് മുമ്പിൽ കൊത്തിവെച്ച് കാണിക്കുന്നത്, നമുക്ക് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്, ഹദീസുകളിലൂടെ നമ്മൾ പലതും പഠിക്കുന്നത് ഇതൊരു കേവലം നമുക്ക് വായിച്ചു പോകാനുള്ളതല്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ട്, മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ചിട്ട്, താബിഈകളെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കണല്ലോ. എന്നിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അത് കൊത്തിവെക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, പടച്ചറബ്ബേ, എല്ലാ ജീവിതത്തിലും അല്ലാഹു തആല ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സങ്കടങ്ങളും വേദനകളും തന്നിട്ട് നിറഞ്ഞ ജീവിതമായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ മഹാന്മാരുടെ ജീവിതങ്ങളും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പടച്ചുറപ്പേ ജീവിതമായിരുന്നല്ലോ. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു തആല തന്നിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം എനിക്കെന്റെ റബ്ബ് തന്നതാണ്, എനിക്കെന്റെ അല്ലാഹ് തന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് ജീവിതത്തെ കടത്തിവിട്ടപ്പോൾ അതാ പടച്ചവനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിങ്ങൾ വിട പറയാൻ അവർക്ക് സാധിച്ചല്ലോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചവനെന്ന് പറയുന്നത് എപ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ? അല്ലാഹുവേ, പടച്ചവനെ, ഏത് സമയത്താണ് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? നമുക്ക് ഏറ്റവും വലിയ മാർക്ക് കിട്ടുമ്പോഴല്ല. 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ ആയിരുന്നു മോനെ, ജീവിതത്തിന് അതല്ല വിജയമെന്ന് പറയുന്നത്. അല്ലാഹുവേ, നിനക്ക് ഡിഗ്രി കഴിഞ്ഞോ, നീ വലിയ IAS കാരനായി, IPS കാരനായി, നിനക്ക് നല്ല ജോലി കിട്ടി, നീ പടച്ചുറബേ നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ നീയാണ്. ഇവിടെയല്ല മോനെ ജീവിതത്തിലെ ഏറ്റവും വിജയമെന്ന് പറയുന്നത്. എവിടെയാണ് വിജയമെന്നറിയോ? എവിടെയാണ് വിജയമെന്നറിയോ? ഒരു ദിവസം പടച്ചവനെ നമ്മുടെ നാട്ടിലൂടെ ഒരു വാഹനം ഇങ്ങനെ കടന്നു പോവുകയാണ്. പടച്ചുറബേ നമ്മുടെ പേര് വിളിച്ചിട്ട് അവൻ മരണപ്പെട്ടിട്ടുണ്ട്, അവനങ്ങ് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു വാഹനം ഇങ്ങനെ കടന്നു പോകുമല്ലോ. അല്ലാഹുവേ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും നമ്മുടെ മക്കളും എല്ലാവരും പൊട്ടിക്കരയുന്ന സമയമാണ്. അല്ലാഹുവേ, നിന്റെ വീട്ടിനകത്ത് കാർപ്പ വലിച്ചു കെട്ടുന്ന ദിവസമാണ്. നിന്റെ മകളുടെ കല്യാണത്തിനും നിന്റെ മകന്റെ കല്യാണത്തിന് പോലും നീ നിന്റെ വീട്ടിനകത്ത് പന്തലിട്ടിട്ടില്ലടാ. അത് ആഡംബരത്തോടു കൂടി നിന്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയങ്ങളിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പടച്ചുറപ്പേ നീ നടത്തിയിട്ടുള്ളത്. അല്ലാഹുവേ, പടച്ചുറപ്പേ, നിന്റെ വീട്ടിനകത്ത് ആരോ കൊടുന്നിട്ട് ടാർപ്പ വലിച്ചു കെട്ടുമല്ലോ. നിന്റെ പള്ളിക്കകത്തുള്ള വാടകക്കെടുത്തിട്ട് കസേരകളും സ്റ്റൂളുകളും കൊടുന്നിട്ട് നിന്റെ മുറ്റത്ത് നിരത്തുമല്ലോ. പടച്ചുറപ്പേ, അങ്ങനത്തെ ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. നിന്റെ മുമ്പിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ സഹോദരങ്ങളും നിന്റെ കൂട്ടുകാരും മോനെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നീ കാണുന്നുണ്ട്, ഇതെല്ലാം നീ അറിയുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും അവരോടൊന്നും ഉണ്ടാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ കൈയൊന്ന് ചലിപ്പിക്കാൻ, നിന്റെ കാലൊന്ന് ചലിപ്പിക്കാൻ, നിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ പറയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. അവരോട് കരയല്ല മക്കളെ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പടച്ചുറപ്പി, അങ്ങനെ കിടക്കുന്ന സമയമാണ് എന്റെ പ്രിയമുള്ളവരെ. ഇതുവരെ നീ കുളിച്ചവനാണ്, അന്ന് നിന്നെ കുളിപ്പിക്കുകയാണ്. ഇതുവരെ നീ നല്ല വസ്ത്രം ധരിച്ചവനാണ്, പടച്ചുറപ്പി അന്ന് നിന്നെ ധരിപ്പിക്കുകയാണ്.
ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ പടച്ച റബ്ബേ ഒരു വല്ലാത്തൊരു യാത്രയാണ്. നീ യാത്ര പോകുമ്പോഴൊക്കെ നിന്റെ യാത്ര കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. എന്നാൽ ആ യാത്രയുണ്ടല്ലോ പടച്ച റബ്ബേ, നീ ഏറ്റവും കൂടുതൽ മുന്തിയ വിലയുള്ള ഏറ്റവും നല്ല വസ്ത്രമാണ് നീ ധരിച്ചിട്ടുള്ളത്. എന്നാ നിന്റെ തൊട്ടടുത്ത ടൗണില് പടച്ച റബ്ബേ ഏറ്റവും നിന്റെ ഏറ്റവും കൂടുതൽ ചെറിയൊരു കടയിൽ പോയിട്ട് അല്ലാഹുവേ പടച്ച റബ്ബേ 3 കഷണം തുണി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് മോനെ. ആ സമയമാണ് ആ സമയത്താണ് നീ വിജയിക്കേണ്ടത്. എല്ലാവരും കരയുമ്പോ അവർക്ക് മുമ്പിൽ നിനക്ക് പുഞ്ചിരിച്ചിട്ട് കിടക്കാൻ കഴിയണല്ലോ മോനെ. നിന്റെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുമ്പോ അസ്റായീലിനോട് സലാം പറഞ്ഞിട്ട് നിനക്ക് സ്വീകരിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹിനെ നിനക്ക് ആ സമയത്ത് കാണാൻ കഴിയണം കേട്ടോ. പടച്ച റബ്ബേ, അതാണ് നിന്റെ വിജയം എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിലെ നന്മ എന്ന് പറയുന്നത് അതാണ്. അവിടെയാണ് നീ വിജയിക്കേണ്ടത്. അപ്പയാണ് നീ നന്മയിലെത്തേണ്ടതെന്ന് അതാവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് മോനെ വിജയിക്കേണ്ടത്? ഇവിടെ എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്നറിയോ? അസ്റായീൽ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്തുണ്ടല്ലോ മോനെ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണല്ലോ. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയണല്ലോ. അങ്ങനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് നീ വിട പറഞ്ഞാൽ അവിടെയാണ് നീ വിജയിച്ചിട്ടുള്ളത്. നീ ആലമുൽ അർവാഹ് കടന്നിട്ട് വന്നവനാണ്. ആലമുൽ അർഹാം കടന്നിട്ട് വന്നവനാണ്. ഇത് ആലമുൽ ദുനിയയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്കുമ്പിൽ നീ വിജയിച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ നിന്റെ മരണസമയമതാ. ആ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ചൊല്ലിക്കൊണ്ടാണ് ദുനിയാവിന്റെ മുകളിൽ നിന്ന് നീ കടന്നു പോകുന്നതെങ്കിൽ മോനെ, നീയാണ് ക്വാളിറ്റി ഉള്ളവന്, നീയാണ് വിജയിച്ചവനെന്ന് അതാവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് നിനക്ക് റസൂലുള്ളാഹിനെ കാണണോ മോനെ? ആ സമയത്ത് നിനക്ക് കലിമ ചൊല്ലാൻ കഴിയണോ? നിനക്ക് നരകം കാണാതെ മരിക്കാൻ കഴിയണോ? അവിടെ നിന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ മോനെ. നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നിനക്ക് ഇവിടെ നിന്ന് ഒരുപാട് എ പ്ലസ് കിട്ടി 10ാം ക്ലാസ്സിൽ. നീയാണ് ഫസ്റ്റ് റാങ്കുകാരൻ. നീ IAS കാരനാണ് ഫസ്റ്റ് റാങ്കോട് കൂടെ. നീ IPS കാരനാ ഫസ്റ്റ് റാങ്കാ നിനക്ക്. നീ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിനക്കാ ഫസ്റ്റ് റാങ്ക്. എന്തോ നാടാ കാര്യം? നിന്റെ ഹൃദയത്തിൽ അവസാന സമയത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് എന്തോ കിട്ടിയിട്ടെന്താ കാര്യം? ഈ പറയുന്ന എനിക്കും നിനക്കും കുറെ വാഴ് പറഞ്ഞു അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കെന്ത് നേട്ടം? ഈ ദീനിങ്ങനെ പറയുന്ന സമയത്ത് പടച്ചവനെ നന്മകൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഈ വിനീതന്റെ മനസ്സിനകത്ത് പടച്ചവനെ അല്ലാഹുവേ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു തആല അതിനുള്ള അവസരം തരുമെന്ന അൽഹംദുലില്ലാഹ് പടച്ചവനെ നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തആല ഈമാൻ എല്ലാവർക്കും അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മനുഷ്യരായ നമ്മുടെ ജീവിതം. ദുനിയാവിലല്ല വിജയിക്കേണ്ടത്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എത്ര വലിയ വിജയം കിട്ടിയത് കൊണ്ട് നമുക്ക് കാര്യമില്ല. ആളുകൾ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, നിന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് നിന്റെ കയ്യെ പിടിക്കും. എന്താണ് കാര്യം? ഉണ്ടോ? ഒന്നുമില്ലമ്മ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ ചെല്ലുമ്പോ അല്ലാഹു നിനക്കൊരു പട്ടം തരണം. അല്ലാഹു തആല നിനക്കൊരു പട്ടം തരണം. മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. എന്നാ നീ വിജയിച്ചു. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നന്മ നൽകാൻ, നന്മയോട് കൂടെ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്ന കാര്യം ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കാണ്. നമുക്ക് സമയം വരക്ക് നമ്മൾ നിർത്തും ഇൻഷാ അല്ലാഹ്. ഒരു 40ന്റെ മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തും. കുറച്ച് സമയം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ നമ്മൾ പറയുന്ന ഈ ഒരു ആയത്ത്, നമ്മൾ പറയുന്ന ഈ പരിശുദ്ധമായ സൂറത്ത്, ഈ സൂറത്ത് ഭയമുള്ള ആളുകൾക്കും എന്തെങ്കിലും വിഷയത്തിൽ പേടിയുള്ള ആളുകൾക്കും ഇത് നല്ലതല്ല.
എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് പേടിയാണ്, മറ്റൊരാളെ സമീപിക്കാൻ പേടിയാണ്, എന്തെങ്കിലും പ്രോഗ്രാമിൽ പോകാൻ പേടിയാണ്, ജോലിക്ക് പോകാൻ പേടിയാണ് എങ്കിൽ ഈ സൂറത്തിൽ നിങ്ങൾ ഇതുപോലെ പറയുന്നത് പോലെ നിങ്ങൾ പതിവാക്കിയാൽ, നമ്മൾ ചെയ്താൽ ഈ ഭയം അല്ലാഹു തആല മാറ്റിത്തരും. മരിക്കുന്ന സമയത്ത് നിനക്ക് പേടിക്കേണ്ടി വരില്ല. അള്ളാഹ് നിനക്ക് സ്വർഗ്ഗവാട കാണിച്ചു തരാം. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അതാ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമയത്തതാ അല്ലാഹുവേ പടച്ചവനെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നു, പെണ്ണേ, എന്റെ വീടിനകത്ത്, എന്റെ റൂമിനകത്ത്, നമ്മുടെ റൂമിനകത്ത് ഒരു വസ്ത്രമുണ്ടല്ലോ, ഒരു വെള്ളയായിട്ടുള്ള നല്ലൊരു തിളങ്ങുന്ന വസ്ത്രം നിനക്ക് അവിടെ കാണുമല്ലോ, ആ വസ്ത്രം നീ ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഇതങ്ങ് പറയേണ്ട താമസമതാ ഭാര്യത്തിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ച റബ്ബേ, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടടുത്ത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നുണ്ട്. തന്റെ ഭാര്യതാ റൂമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ നിന്ന് ആ വിലപിടിപ്പുള്ള ഏറ്റവും സുന്ദരമായ നല്ല വസ്ത്രം ഇങ്ങനെ എടുത്തുകൊണ്ടുവരികയാണ്. അല്ലാഹുവേ, അത് എങ്ങനെയാ വിലപിടിപ്പെന്നറിയോ? ആ കാശ് കൊണ്ടല്ല മോനെ അതിന്റെ വിലപിടിപ്പുള്ളത്. ഉമ്മ, കാശ് കൊണ്ടല്ല അതിന്റെ വിലപിടിപ്പ്. അത് ആര് കൊടുത്ത വസ്ത്രമാണെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന് അതാ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ള വസ്ത്രമാണത്. തൂവെള്ള വസ്ത്രമാണ്, വല്ലാത്ത സുഗന്ധമുള്ള വസ്ത്രമാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തൊട്ടടുത്തുണ്ട്. ആ വസ്ത്രം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവേ, മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനതാ അവിടെ നിന്ന് വല്ലാത്തൊരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അത് ആരുടെ സുഗന്ധമാണെന്നറിയോ? അത് ആരുടെ സുഗന്ധമാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധമായിരുന്നു. അവിടുത്തെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ, വിയർപ്പിന് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. പടച്ചറബ്ബേ, അങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതം. റസൂലുള്ളാഹിന്റെ ഭാവങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. ഈ വെള്ള വസ്ത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു തന്റെ നെഞ്ചകത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഇതെനിക്കെന്റെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുള്ള വസ്ത്രമാണെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സൽമാനേ, ആ വസ്ത്രം എന്റെ കയ്യിലേക്കൊന്ന് തരുവോ? ആ വസ്ത്രം എന്റെ കയ്യിലേക്കൊന്ന് തരുവോ? പടച്ചവനെ, എന്നിട്ട് തന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മുത്തം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള കൊടുത്തിട്ടുള്ള വസ്ത്രമാണത്. റസൂലുള്ള വില കൽപ്പിച്ചിട്ടുള്ള വസ്ത്രമാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ള, പടച്ച റബ്ബേ, സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ള വസ്ത്രമാണത്. അത് ധരിച്ചുകൊണ്ടാണ് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ലോകത്തോട് വിട പറയാൻ വേണ്ടിയിട്ട് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കിടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണ്ടേ? അവർക്കൊക്കെ എന്റെ ഹബീബിനെ കാണുമെന്ന് ഉറപ്പായിരുന്നു. എന്റെ ഹബീബിനെ കാണുമെന്ന് ഉറപ്പായിരുന്നു. ഈ സൂറത്ത് ഓതിക്കൊണ്ടാണ് ഒരാളെ ജീവിതം അവന് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവന്റെ മരണത്തിന്റെ സമയത്ത് അവന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നിന്നെയോ നിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരണോ? അസ്രാഈലിന്റെ കൂടെ അതിഥിയായിട്ട് കടന്നു വരുന്നതാരോ? മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് കടന്നു വരികയാണ്. എങ്ങനെയാണ് ഉമ്മ എന്നറിയോ? എനിക്ക് ഏത് സമയത്തും ഉളൂ ഉണ്ടോ? നീ വുളൂ ഉള്ള സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ആ മരിക്കുന്നത് ഏത് സമയത്താണെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ? ഇല്ല.
എന്നാൽ ആ മരിക്കുന്ന സമയമുണ്ടല്ലോ, ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്ക് അല്ലാഹുവേ ജിബ്രീലിനെ കാണണോ, നിനക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണണോ. ജിബ്രീൽ അവിടുന്ന് കടന്നു വന്നിട്ട് നിന്നോട് സലാം പറയണോ. ആ ജിബ്രീൽ നിനക്ക് സ്വാഗതം ഓതണോ. നിന്റെ റൂഹിനെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അവിടുന്ന് അണിയണിയായി കൊണ്ട് നിന്റെ റൂഹിനെ കൊണ്ടുപോകണോ. സ്വർഗത്തിന്റെ മലക്കുകൾ അവിടുന്ന് പടച്ച റബ്ബേ നിന്റെ റൂഹിനെ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നിന്റെ റൂഹിനെ പിടിച്ചിട്ട് പാറിയിട്ട് പോകണോ. അവിടെ നിന്നതാ റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, നീ വുദൂഅ്കാരനായിട്ട് ലോകത്തോട് വിട പറഞ്ഞാൽ നിന്റെ മുമ്പിലേക്ക് അതാ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്ന് അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കാണാൻ ആഗ്രഹിച്ചവരാണ്. ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകൾ സ്വഹാബത്തുകൾ മുത്തുനബി ഒന്ന് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ പടച്ചോനെ പിന്നെ അസ്രാഈലിനെ കാണാൻ നമ്മളെ കൊണ്ട് കഴിയോ. റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ പൂമുഖം നമ്മുടെ കണ്ണിലേക്ക് കണ്ടാൽ പിന്നെ അസ്രാഈൽ ഏത് കോലത്തിൽ വന്നിട്ടും കാര്യമുണ്ടോ, നമുക്ക് പേടിക്കോ. കൂടെ ആരാ ഈ അസ്രാഈലിനെ പടച്ചതും എന്നെ പടച്ചതും നിങ്ങളെ പടച്ചതും എല്ലാത്തിനെ പടച്ചതും റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ്. ആ റസൂലുള്ളാഹിയാ നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ നമുക്ക് എന്ത് പേടിയാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ പേടിക്കണോ? റസൂലുള്ളാഹി അങ്ങനെ നോക്കിയിട്ട് നിൽക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റൂഹിനെ ഇങ്ങനെ പിടിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു മരണം ആഗ്രഹിച്ചൊക്കെയാണെങ്കിൽ അതൊന്ന് ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ. ആ മരണം അല്ലാഹു തആല നമുക്ക് അങ്ങനത്തെ നല്ല മരണം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമുക്ക് 1 രൂപ ഒരാൾ തരും, ഒറ്റൊരു രൂപ ഒരാൾ തരണം എന്നുണ്ടെങ്കിൽ ഓൻ പറയാണ്, നീ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക, 1 രൂപ നിനക്ക് തരാം. 1000 രൂപ തരണമെങ്കിൽ എന്ത് പണി നമ്മൾ എടുക്കണം? 1000 രൂപ നമുക്ക് ചിലപ്പോൾ 1 രൂപ നമ്മൾ കടം ചോദിച്ചാലും ചിലപ്പോൾ ഒരുത്തം തരും, കാരണം ഉറുപ്പിയല്ലേ. പക്ഷെ 1000 രൂപ പെട്ടെന്ന് കിട്ടുമോ? ഇല്ല, നമ്മൾ നല്ലോണം അധ്വാനിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗം ചൊല്ലിയിട്ട് സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? വെറുതെ കിട്ടൂല. അല്ലാഹു തആല സ്വർഗം നമുക്ക് നൽകട്ടെ. സ്വർഗം നൽകട്ടെ. 1 റുപ്യല്ലേ? 1 റുപ്യൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആരും തരും? പെട്ടെന്ന് 1000 ചോദിച്ചാൽ തരുമോ? ഇല്ല. അവനിക്ക് നമ്മുടെ വിശ്വാസം വേണം, നമ്മുടെ കാര്യത്തിൽ അവനക്ക് ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പ് നമ്മൾ അവനക്ക് ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവന് തരും. അള്ളാന്റെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ അല്ലാഹു തആല സ്വർഗ്ഗത്ത് കടത്തുള്ളൂ. അല്ലാത്തവരെ നരകത്തിൽ അല്ലാഹു തആല വലിച്ചെറിയും. മനസ്സിലാവും നിങ്ങൾ? അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പടച്ച റബ്ബേ ചുട്ടുപഴുത്ത മണലിലൂടെ ശത്രുപക്ഷങ്ങൾ വലിച്ചു കൊണ്ടുപോയ മഹാനാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ച റബ്ബേ ഏറ്റവും വലിയ പാറക്കല്ലെടുത്ത് വെച്ചിട്ട് തന്റെ നെഞ്ചകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബിലാൽ തങ്ങളുടേത്. അവിടുന്ന് വെള്ളം ചോദിക്കുമ്പോ മൂത്രമൊഴിച്ചിട്ട് പടച്ചവനെ വായക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചിട്ടുള്ള മഹാനാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് അടിമയായിരുന്നല്ലോ, കറുകറുത്ത വർഗ്ഗക്കാരനായിരുന്നല്ലോ. ആ ബിലാലിനെ സ്വഹാബത്തിന്റെ ഇടയിൽ പോലും പടച്ച റബ്ബേ അവിടുന്ന് കാക്കിയെ പോലെ എന്ന് വിളിച്ചിട്ടുണ്ട്, കറുത്തവനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഈ വാർത്ത എത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പടച്ച റബ്ബേ അറിയാതെ പറഞ്ഞു പോയതായിരുന്നു ഒരു സഹാബി. അവിടുന്ന് പടച്ചവനെ ഒരുപാട് വല്ലാത്ത ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ കെട്ടുകൾ അറിയിച്ചു പോയ മഹാനാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ്.
റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അല്ലാഹുവേ എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ, എല്ലാവരും അവിടുന്ന് കളിയാക്കിയപ്പോൾ, എല്ലാവരും ഒന്നിനും പറ്റാത്തവനെന്ന് ബിലാൽ തങ്ങളെ പറഞ്ഞപ്പോ ആ ബിലാൽ തങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ആ ബിലാൽ തങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. അല്ലാഹുവേ, മദീന വിട്ടിട്ട് റസൂലുള്ളാഹിന്റെ വഫാത്തായി എന്നറിഞ്ഞപ്പോ, റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഇനി എനിക്ക് ഈ മദീനയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അതാ പടച്ച റബ്ബേ സിറിയയിലേക്ക് യാത്ര പോയ മഹാനാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം കടന്നു വന്നു. ആ സമയത്താണ് റസൂലുള്ള ബിലാലിന്റെ ചാരത്തേക്ക് സ്വപ്നത്തിൽ കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ബിലാൽ, എന്നെ നീ മറന്നോ ബിലാല്? എന്നെ നിനക്ക് വേണ്ടയോ ബിലാല്? നീ എന്തേ എന്റെ അടുത്തേക്ക് വരാത്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞപ്പോ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു നഗ്നപാതനായിക്കൊണ്ട് പടച്ചവനെ അവിടെ നിന്ന് ഓടുകയാണ് മദീനയിലേക്ക്. ആ പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ ചാരത്ത് തന്നിട്ട് പൊട്ടിക്കരഞ്ഞു മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ മാത്രമല്ല റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചത് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ മാത്രമല്ല, റസൂലുള്ളാഹിനെ കണ്ടിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. പഠിച്ചവനെ, ബിലാൽ തങ്ങൾ ഇങ്ങനെ മരണസമയത്തിൽ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. തന്റെ കൂട്ടുകാരുണ്ട്, തന്റെ കൂടെ പിറപ്പുകളുണ്ട്, തന്റെ ഭാര്യയുണ്ട്, മറ്റുള്ളവരുണ്ട്. അവരിങ്ങനെ ചുറ്റും നിന്നിട്ട് കരയുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നിങ്ങനെ പുഞ്ചിരിക്കുകയാണല്ലോ. ബിലാൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ കരയുന്നത്? അതാവിടുന്ന് ബിലാൽ തങ്ങൾ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഞാൻ പോകുന്നത് മുഹമ്മദൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്, എന്റെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കാ. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാ എന്നവിടെ നിന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനോട് വല്ലാത്ത ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, എന്റെ ബിലാലിന് ഞാൻ എന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ നാളെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആഗ്രഹിച്ചു പോയി, എനിക്കെന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ പറ്റൂ, അവിടുന്ന് കാണണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആഗ്രഹിച്ചു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന ലോകത്തേക്ക് കടന്നു വന്നു എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം പഠിപ്പിക്കാം. മരിക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളുടെ ചാരത്ത് വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കാം. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവേ, നമുക്കും അതുപോലെ പോകണ്ടേ. ആ ബിലാൽ തങ്ങളെ പോയതുപോലെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു കടന്നു പോയതുപോലെ പടച്ചവനെ എനിക്കും നിങ്ങൾക്കും പോകണ്ടേ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് സ്വർഗത്തിനാണ്, റസൂലുള്ളാഹിനെ കാണാനാണ്, അല്ലാഹുവിന്റെ നിക്കാഹ് കാണാനാണ് എന്ന് നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായി ആജവത്തോട് കൂടി നമ്മൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇത് സത്യമാകണല്ലോ. വാക്കിന് മതിയോ റസൂലുള്ളാഹിനെ കാണല്? പ്രവർത്തനത്തിലും വേണ്ടേ നമുക്കത്? പ്രവർത്തനത്തിലും മാത്രം പോരല്ലോ, നമ്മുടെ കൽബിനകത്ത് വേണം
എഴുത്തിലും വായനയിലും ഹബീബിനോടുള്ള ബന്ധവും അവിടുത്തെ കാഴ്ചയും അവിടുത്തെ ചിന്തയും മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിനകത്തങ്ങ് ഇറങ്ങിക്കൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചമാകണം റസൂലുള്ളാഹ്. അങ്ങനെ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം എനിക്ക്, എന്നിട്ട് എന്റെ ഹബീബിനോടുള്ള തുണ എനിക്ക് വേണമെന്ന് അല്ലാഹുവേ നമ്മളെ കൊണ്ട് പറയാൻ കഴിയണല്ലോ. റസൂലുള്ളാഹിനെ മതി ഒരുപാട് പറഞ്ഞിട്ടില്ലേ, റസൂലുള്ളാഹിനെ കുറിച്ച് ഒരുപാട് പാടിയിട്ടില്ലേ, റസൂലുള്ളാഹിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടില്ലേ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അത് വെളിച്ചമായിട്ട് നിനക്കുണ്ടെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ നമ്മളെ കൊണ്ട് പറയാൻ കഴിയണം ഉമ്മ. അപ്പയാണ് നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ, അവിടത്തോട് വല്ലാത്ത ബന്ധമായിരുന്നല്ലോ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതം പോലും അവിടുന്ന് കൊടുക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ചരിത്രമായിരുന്നു, സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജിന്റെ യാത്ര എന്ന് പറയുന്നത്. ആ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പള്ളിയിലേക്ക് കടന്നു വരികയാണ് റസൂലുള്ളാഹി, മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. അവിടുന്ന് പടച്ചവനെ ഇശാ നമസ്കാരം പടച്ച റബ്ബേ ഇശാഇന്റെ എന്റെ സമയത്ത്, ഇശാഇന്റെ സമയത്ത് എല്ലാവരും പള്ളിയിലേക്ക് കടന്നു ചെന്നു. വൈകുന്നേര സമയത്ത് കടന്നു ചെന്നു. ആ മുഹമ്മദ് ആ സമയത്ത് പള്ളിയിലുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പള്ളിയിലുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബേ പിന്നെയോ സുബഹിയുടെ സമയം കടന്നു വന്നു, സുബഹിയുടെ സമയം കടന്നു വന്നു. പടച്ച റബ്ബേ എല്ലാവരും നോക്കുമ്പോ വീണ്ടും മുത്തുനബി അതാ പള്ളിയിൽ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു യാത്ര നടത്തിയല്ലോ, ഏകനായ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അല്ലാഹ് എന്നെ കൊണ്ടുപോയല്ലോ. ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളില് ഇസ്റാ മിഅ്റാജ് യാത്ര ഞാൻ നടത്തിയിട്ടുണ്ട്. പടച്ച റബ്ബേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, പടച്ച റബ്ബേ പിന്നെ ഏഴാൻ ആകാശത്തേക്ക്. ചരിത്രമാണ് ഉമ്മ, ചരിത്രമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച യാത്രയായിരുന്നല്ലോ. ഈ പ്രപഞ്ചത്തെ കുറിച്ച്, ലോകത്തെ കുറിച്ച്, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത വല്ലാത്ത യാത്രയായിരുന്നല്ലോ അത്. ആ യാത്ര അവിടെ നിന്ന് നടക്കുമ്പോ ഈ സംഭവത്തെ കുറിച്ചിട്ട് ജനങ്ങളോട് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും അത് അവിശ്വസിച്ചു കഴിഞ്ഞല്ലോ. എല്ലാവരും പറയുന്നു മുഹമ്മദിന് ഭ്രാന്താണെന്ന്, മുഹമ്മദ് പച്ചക്കള്ളം പറയുകയാണെന്ന്. പടച്ച റബ്ബേ എല്ലാവർക്കും വിശ്വസിക്കാൻ വല്ലാത്ത മടിയായി. കാരണം എത്രയോ കിലോമീറ്ററുകൾ താണ്ടാതെ പടച്ച റബ്ബേ ഇങ്ങനെയൊന്നും കടന്നു പോകാൻ കഴിയില്ലല്ലോ. ഒരാളുടെ ബുദ്ധിക്കും അവിടുന്ന് യോജിക്കാത്ത കാര്യമായി അതാ ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അബൂബക്കറേ നിനക്ക് മുഹമ്മദിനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, മുഹമ്മദിനോട് വല്ലാത്ത സ്നേഹമാണല്ലോ. മുഹമ്മദ് എന്ത് പറഞ്ഞാലും നീ അവന്റെ കൂടെ നിന്നിട്ട് വിശ്വസിക്കുന്നവനാണല്ലോ. ഇന്നിതാ മുഹമ്മദ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടൊരു പൊട്ടത്തരം പറയുകയാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാ പറയുന്നത്. മുഹമ്മദ് ഇന്നലെ ഫലസ്തീനിലേക്ക് പോയത്രേ, മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു പോയത്രേ, അവിടുന്ന് ഏഴാൻ ആകാശം താണ്ടിയിട്ട് കടന്നു പോയത്രേ എന്നവിടുന്ന് കളിയാക്കിക്കൊണ്ട് പറയുമ്പോ അതാ അവിടുന്ന് മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് സത്യവാ, അതിനകത്ത് കളങ്കമില്ല, അതിനകത്ത് കളവുണ്ടാവുകയില്ലെന്ന് ആദ്യമായിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് വിശ്വസിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും അവിടുന്ന് അവിശ്വസിക്കുമ്പോ, എല്ലാവരും അവിടുന്ന് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോ തന്റെ ഹൃദയത്തോട് റസൂലുള്ള പറഞ്ഞ കാര്യം ആർജവത്തോടെ എടുത്തു വെച്ചിട്ട്, എന്റെ റസൂലുള്ള ഒരിക്കലും കളവ് പറയുന്നവനല്ലെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സത്യസന്ധനാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിശ്വസിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്താണ് റസൂലുള്ള പഠിപ്പിച്ചത്, ഞാനും എന്റെ സിദ്ദീഖും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് തന്റെ വിരലിങ്ങനെ ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. അതാവിടുന്ന് പ്രവാചകർ പടച്ചവനെ അബൂബക്കർ തങ്ങളുടെ കയ്യിലേക്ക് ഒരു മോതിരം കൊടുത്തു. എന്നിട്ട് ആ മോതിരം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, സിദ്ദീഖേ, ഈ മോതിരത്തിൽ നീ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിക്കൊണ്ടുവരണേ. ഈ മോതിരത്തിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ട് നീ എനിക്ക് കൊണ്ടെത്താ എന്ന് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തേ പറഞ്ഞുള്ളൂ? വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാൻ വേണ്ടി പറയുകയാണ്. പടച്ച റബ്ബേ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുതാൻ വേണ്ടി കടന്നു ചെന്നു. ആ മോതിരം പടച്ചവനെ തിരിച്ചു കൊണ്ടുവരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും കൂടെ ചേർത്തിരിക്കുകയാണ്. അതാവിടെ എന്റെ പ്രിയമുള്ളവരെ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സിദ്ദീഖേ, ഞാനിതിന്മേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ലേ എഴുതാൻ പറഞ്ഞത്, പിന്നെ എന്തേ ഇതും കൂടെ ചേർത്തതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ, എന്നെ കൊണ്ട് കഴിയില്ല നബിയേ, അത് എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അള്ളാന്റെ പേര് അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ റസൂലുള്ളാന്റെ പേര് ചേർക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, നബിയേ, എന്നോടത് പറയരുത്, എന്നോടത് പറയരുത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിലെ അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ മുത്ത് നബിയെ നിങ്ങളുടെ പേര് ചേർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, എന്റെ പ്രിയമുള്ളവരെ, സമയം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമുക്ക് റസൂലുള്ളാഹിനെ കാണണം, മുത്ത് നബിയെ കാണണോ? നരകം കാണാതെ സ്വർഗ്ഗം നമുക്ക് കാണണം. നരകം നിന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് പോലും കാണിച്ചു തരൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മഹാന്മാർ പറയാണ്, എന്താണ് എന്താ നമ്മൾ പതിവാക്കേണ്ടത്? സൂറത്ത്, എന്റെ പ്രിയമുള്ളവരെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് പറയുന്ന സൂറത്ത്. ഇതാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത് ഓരോ ദിവസവും 99 പ്രാവശ്യം നീ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു തആല നരകം നിന്നെ കാണിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. നരകം കാണൂല നിനക്ക്, സ്വർഗം അല്ലാഹു തആല നിന്റെ മുമ്പിലേക്ക് കാണിച്ചു തരും. മനസ്സിലായോ നിനക്ക്? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത് കേൾക്കുമ്പോൾ തോന്നും, പടച്ചോനെ 99 തവണ 99 തവണ ചെല്ലി ഇത്ര സമയം വേണം? ഉമ്മ, വെറുതെ സ്വർഗം കിട്ടൂല, എനിക്കും നിങ്ങൾക്കും വെറുതെ സ്വർഗം കിട്ടൂല. കുറച്ച് ഉസ്താദേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സൂറത്ത് നിന്നെ നരകത്തെ തൊട്ട് മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ആളിക്കത്തുന്ന നരകമുണ്ടല്ലോ,
ആളിക്കത്തുന്ന നരകം. അല്ലാഹുവേ പടച്ചവനെ, നമ്മളെല്ലാവരും അവിടുന്ന് നമസ്കാരം കഴിഞ്ഞാൽ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. പടച്ചവനെ, നരകത്തിന്റെ എല്ലാ അസാബുകളിൽ നിന്ന്, നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുന്നവരാണല്ലോ. പടച്ച തമ്പുരാനെ, ആ നരകം നമുക്ക് കാണാൻ കഴിയൂല ഉമ്മ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്ര നടത്തുമ്പോ എല്ലാ മലക്കുകളും സന്തോഷിച്ചില്ലേ? ഓരോ ആകാശത്തും പടച്ചവനെ പ്രവാചകന്മാര് തടിച്ചുകൂടിയില്ലോ. അല്ലാഹ് ലോകത്തിന്റെ പ്രവാചകനാ കടന്നു വന്നിട്ടുള്ളത്, ലോകത്തിന്റെ നായകനാ കടന്നു വരുന്നത്. ആ പ്രവാചകനൊന്ന് സ്വീകരിക്കാൻ, ആ പ്രവാചകനെ ഒന്ന് കാണാൻ, ആ പ്രവാചകരെല്ലാവർക്കും പടച്ചറപ്പേ നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ആനന്ദിക്കുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഉമ്മ, ആരാ കടന്നു വന്നിട്ടുള്ളത്? മലക്കുകളുടെ നേതാവാണ്, ലോകത്തിന്റെ നേതാവാണ്, പ്രവാചകന്മാരുടെ നേതാവാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവേ, ഏഴാൻ ആകാശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എല്ലാവരും അവിടുന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, എല്ലാവരും അവിടുന്ന് ചിരിക്കുമ്പോ, എല്ലാവരും അവിടുന്ന് റസൂലുള്ളാഹിനെ കണ്ടതിൽ ആനന്ദിക്കുമ്പോ, പടച്ചറബ്ബേ, നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, ഒരു മലക്ക് മാത്രം ഇങ്ങനെ ചിരിക്കാതെ സന്തോഷങ്ങളില്ലാതെ പടച്ചറബ്ബേ കരയുകയാണ്. എല്ലാവരും ചിരിക്കുന്നു, ഒരു മലക്ക് മാത്രം കരയുന്നു. ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീലേ, അതാരാ ജിബ്രീലേ? ആയിരുന്നിട്ട് എല്ലാവരും സന്തോഷിക്കുമ്പോ സങ്കടത്തോടെ ഇരിക്കുന്ന മലക്കാരെന്ന് ചോദിക്കുമ്പോ അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ, അത് നരകത്തെ കാക്കുന്ന മലക്കാ നബിയേ. നരകമൊന്ന് കണ്ടുപോയതാ നബിയേ, നരകമൊന്ന് കണ്ടുപോയതാ നബിയേ. നരകത്തിന്റെ തീജ്വാലകൾ കണ്ടതാണ്, നരകത്തിന്റെ ആയത്തെ കുറിച്ചൊന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം അവിടുന്ന് വല്ലാത്ത കരച്ചില്, വല്ലാത്ത സങ്കടം. ആ നരകത്തെ കണ്ടിട്ട് പിന്നീട് അവിടുന്ന് ചിരിച്ചിട്ടില്ലെന്നോ. അതാവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ പടച്ചറബ്ബേ, മലക്കുകൾ വരെ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മലക്കുകൾ വരെ അവിടുന്ന് അന്തം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പടച്ചറബ്ബേ, ആ നരകത്തിന്റെ കഥയും നരകത്തിന്റെ കാര്യവും നമുക്ക് ഓർക്കാൻ കഴിയുമോ? അവിടുത്തെ പാപങ്ങളും അവിടുത്തെ തേകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഹറാമ് കണ്ട് ഹറാമ് കേട്ട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പടച്ചവനെ, നാളെ അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, നാളെ പടച്ചുറബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവേ, എന്തൊരു അദാബാണിത്. നമ്മൾ അവിടെ നിന്ന് വല്ലാതെ പേടിച്ചു പോകുമല്ലോ. എല്ലാ ഹറാമുകളും ചെയ്തിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോ, നാളെ അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്ത് അദാബാണ് അല്ലാഹ് ഇത് എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ, അല്ലാഹ് നമ്മോട് ചോദിക്കുകയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ فوج سألهم خزنتها ألم يأتكم نذير. അല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, ഈ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്നിട്ട് പടച്ചറബ്ബേ അട്ടഹസിക്കുമ്പോ, ഞങ്ങളെയൊന്ന് മടക്കുമോ, ഞങ്ങളെയൊന്ന് മടക്കുമോ, ഫർജിഅനാ സമിഅനാ, ഞങ്ങളെയൊന്ന് തിരിച്ചു മടക്കുമോ, ഞങ്ങളെയൊന്ന് മടക്കുമോ എന്ന് പടച്ചവനെ പറയുമ്പോ, ഞങ്ങളെല്ലാം കണ്ടു അല്ലാഹ്, ഞങ്ങളെല്ലാം കേട്ടു അല്ലാഹ്, ഈ ഞങ്ങൾ സ്വർഗവും നരകവും
നരകവുമെല്ലാം കണ്ടു റബ്ബേ, മഹ്ശർ കണ്ടു, ഹിസാബ് കണ്ടു ഞങ്ങൾക്ക് പേടിയാകുന്നു അല്ലാ. ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ പടച്ച തമ്പുരാനെ, ഞങ്ങളല്ലാ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാം ഞങ്ങൾ ചെയ്യാമല്ലോ. സദഖ കൊടുക്കാ പടച്ചവനെ, ദാനധർമ്മങ്ങൾ ചെയ്യാ അല്ലാഹുവേ, പടച്ചവനെ സക്കാത്ത് കൊടുക്ക, നമസ്കരിക്ക, നോമ്പെടുക്ക, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാമെന്ന് അള്ളാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറയുമല്ലോ. അപ്പയാണല്ല ചോദിക്കുന്നത്, എത്രയോ മുന്നറിയിപ്പുകാരൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നില്ലേ? നരകമുണ്ടെന്ന് നിനക്ക് പറഞ്ഞു തന്നില്ലേ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നില്ലേ? മഹ്ശറുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ടെന്ന് നിന്നോട് വാള് കെട്ടി മൈക്ക് കെട്ടി പറഞ്ഞവരല്ലോ. എന്നിട്ടും നീ എന്തേ കേൾക്കാത്തതെന്ന് അല്ല എന്നോടും നിങ്ങളോടും ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറയാ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ചൊല്ലും. അല്ല ചോദിക്കും, എന്തേടാ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ എന്നിൽ വിശ്വസിക്കാതെ എന്ന് അല്ല ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.